ഈ പരിപാടി നമ്മളിന്ന് തുടങ്ങുന്നത് പത്തനംതിട്ട കലഞ്ഞൂരിൽ നിന്നുള്ള ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തുകൊണ്ടാണ്. അതുരുങ്കലിൽ ഏതാണ്ട് 1.5 മാസമായി കിണറ്റിലകപ്പെട്ട ഒരു കാട്ടുപന്നി. ആ കാട്ടുപന്നിയെക്കുറിച്ചുള്ള വാർത്ത 24 നേരത്തെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നതാണ്. ആ വാർത്തയിൽ ഇപ്പോൾ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. വനം വകുപ്പ് അവിടെ എത്തിയിട്ടുണ്ട്. വനംവകുപ്പ് എത്തി കയറ്റി വിട്ടിട്ടുണ്ട് ആ പന്നിയെ എന്നതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. കാട്ടുപന്നിയെ കയറ്റി വിട്ടിരിക്കുന്നു. കഴിഞ്ഞ മാസം 21-നാണ് അതിരുകളിലെ സ്വകാര്യ വ്യക്തിയുടെ പൊട്ടക്കിണറ്റിൽ കാട്ടുപന്നി അകപ്പെട്ടത്. ജീവനുള്ളത് കൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ തങ്ങൾക്ക് കഴിയില്ല എന്ന നിലപാടിലായിരുന്നു ഇതുവരെ വനം വകുപ്പ് ഉണ്ടായിരുന്നത്. വെടിവെച്ചു കൊല്ലാൻ ഷൂട്ടർമാർ ഇല്ല എന്ന് പറഞ്ഞ് കലഞ്ഞൂർ പഞ്ചായത്തും കൈയൊഴിയുകയാണ്. അങ്ങനെ നാട്ടുകാരുടെ വലിയ പ്രതിഷേധമുണ്ടായിരിക്കുന്നു. ആ വാർത്ത ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. വനം വകുപ്പ് എത്തി ഇപ്പോൾ കാട്ടുപന്നിയെ കിണറ്റിൽ നിന്ന് കയറ്റി വിട്ടു എന്നതാണ് പുതുതായി നമുക്ക് കിട്ടുന്ന വിവരം. ആ റിപ്പോർട്ട് കണ്ടുകൊണ്ട് തുടങ്ങാം പരിപാടി. കലഞ്ഞൂർ അതിരങ്കലിൽ 1.5 മാസമായി ഒരു പൊട്ടക്കിണറ്റിൽ ഒരു പന്നി പെട്ടുകിടക്കാൻ തുടങ്ങിയിട്ട് നാട്ടുകാർ നിരവധി തവണ വനം വകുപ്പിനെയും പഞ്ചായത്ത് അധികാരികളെയും വിവരമറിയിച്ചു. നടപടിയൊന്നും ഉണ്ടായില്ല. ഒടുവിലാണ് 24-ലൂടെ വാർത്ത പുറം ലോകത്തെത്തിയത്. കഴിഞ്ഞ മാസം 21-നാണ് സ്വകാര്യ വ്യക്തിയുടെ പൊട്ടക്കിണറ്റിൽ കാട്ടുപന്നി അകപ്പെടുന്നത്. നാട്ടുകാർ ആദ്യം പഞ്ചായത്ത് അധികൃതരെ വിവരമറിയിച്ചു, പിന്നീട് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെയും. പന്നിക്ക് ജീവനുള്ളതിനാൽ തങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന വനം വകുപ്പ് നിലപാടെടുത്തു. വെടിവെച്ചു കൊല്ലാൻ ഷൂട്ടർമാരില്ലെന്ന് പറഞ്ഞ ഗ്രാമപഞ്ചായത്ത് അധികൃതരും കൈകഴുകി. നോക്കുന്നുണ്ടോ? തിന്നോ തിന്നോ. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും അറിയിച്ചതാണ്. പഞ്ചായത്ത് പറഞ്ഞ ഷൂട്ടർമാരില്ല എന്നാണ് പറയുന്നത്. അന്ന് തൊട്ട് ഞങ്ങൾ ആഹാരം കൊടുക്കുന്നുണ്ട്. അതിന് ഒരു ശാരീരിക പ്രശ്നങ്ങളൊന്നും അതിനില്ല. പുലിയെ പോലും രക്ഷിച്ച് കൊണ്ടുപോകുന്ന നമ്മുടെ ഈ നാട്ടിൽ ഇങ്ങനൊരു ജീവിയെ രക്ഷപ്പെടുത്തി വിടാവുന്നതല്ല ഉള്ളൂ. പ്രദേശത്തെ വീട്ടമ്മയായ ബിന്ദുവാണ് കിണറ്റിലേക്ക് രാവിലെയും രാത്രിയുമൊക്കെ ഭക്ഷണം ഇട്ടുകൊടുത്ത് പന്നിയുടെ ജീവൻ നിലനിർത്തിയത്. വാർത്തയായതോടെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വനംവകുപ്പ് സ്ട്രൈക്കിംഗ് ഫോഴ്സ് അംഗങ്ങൾ അതിരുങ്കലിൽ പാഞ്ഞെത്തി. പിന്നെ രക്ഷാദൗത്യം. പന്നിയെ പുറത്തെടുത്ത് താഴെ താമസമില്ലാത്ത മേഖലയിലേക്കാണ് തുറന്നുവിട്ടത്. വളരെ നന്ദിയുണ്ട്. 24 ന്യൂസിൻ്റെ വാർത്തയെ തുടർന്നാണ് ഇത്രയും നടപടികൾ ഉണ്ടായത്. 1.5 മാസമായിട്ട് ആരും തിരിഞ്ഞു നോക്കായിരുന്നില്ല. പന്നി അതിൻ്റെ ജീവൻ തിരിച്ചു കിട്ടി അതിന് രക്ഷപ്പെട്ടു പോകാൻ പറ്റിയതിൽ വളരെ നന്ദിയുണ്ട്. 24-നെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. പ്രദേശത്ത് പന്നിശല്യം രൂക്ഷമാണെന്നും കൃഷി ചെയ്യാനാകുന്നില്ലെന്നുമാണ് നാട്ടുകാരുടെ പരാതി. പഞ്ചായത്തിൽ അടിയന്തരമായി ഷൂട്ടറെ ഏർപ്പെടുത്തണമെന്നും ആവശ്യമുണ്ട്. എന്തായാലും പന്നിയെ ഇപ്പോൾ മാറ്റി മറ്റൊരു ആൾ താമസമല്ലാത്തൊരു മേഖലയിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇനി ഇങ്ങനെ നാട്ടിലിറങ്ങാതിരിക്കട്ടെ എന്നാണ് നാട്ടുകാർ പറയുന്നത്. അതിനുവേണ്ട നടപടിയും ഫെൻസിംഗ് അടക്കമുള്ള നടപടിയും വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്. സഞ്ജയ് ഇക്ബാലിനും അഭിലാഷ് കൈതോണിനൊപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട. പൊതുജനം കഴുതയല്ല സാർ. അപ്പോൾ നമ്മളിപ്പോൾ കണ്ട വീട്ടമ്മയായ ബിന്ദുവാണ് ഈ കിണറ്റിൽ അകപ്പെട്ടു പോയത്. ഏതാണ്ട് 1.5 മാസത്തോളം കിണറ്റിൽ കിടക്കുന്ന കാട്ടുപന്നിക്ക് ആഹാരം കൊടുത്തത്. പക്ഷേ നാട്ടുകാർക്ക് ഇപ്പോഴും പരാതി മാറിയിട്ടില്ല. കാരണം അവരുടെ കൃഷിയിടങ്ങളിൽ കാട്ടുപന്നികളുടെ ആക്രമണം വിള നശിപ്പിക്കുന്നു, അതോടൊപ്പം തന്നെ അവർക്ക് ജീവന് ഭീഷണിയുണ്ട് എന്നൊക്കെയുള്ള ആശങ്കയിൽ തന്നെയാണ് നാട്ടുകാർ കഴിയുന്നത്. വനം വകുപ്പൊന്നും ആ സമയത്ത് തുടക്കത്തിൽ ആരും തിരിഞ്ഞു നോക്കിയത് പോലുമില്ല. വെടിവെക്കാനുള്ള തോക്കുണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. അതിനുശേഷം പിന്നീട് പഞ്ചായത്തും അത് കൈയൊഴിഞ്ഞു. അങ്ങനെ പക്ഷേ ബിന്ദു ഒരു കരുണ കാണിച്ചു ആ മൃഗത്തോട്. ആ കാട്ടുപന്നിക്ക് ആഹാരം കൊടുത്തു. പുലിയെ പോലും രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന നാടല്ലേ നമ്മുടേത്. അപ്പോൾ പിന്നെ ഈ ജീവിയെ എന്തിനു കൊല്ലണം എന്നാണ് ബിന്ദു അതിന് പറഞ്ഞ ന്യായം. വല്ലാത്തൊരു ദുരവസ്ഥയാണ് യഥാർത്ഥത്തിൽ. കാരണം 1.5 മാസം കിണറ്റിൽ അകപ്പെട്ടിരിക്കുന്ന കാട്ടുപന്നിയെ കരക്ക് കയറ്റാൻ ഒരു മാധ്യമം നിരന്തരം ഇങ്ങനെ ഇടപെടേണ്ടി വന്നു എന്നുള്ളതാണ്. അതിനുശേഷമാണ് അപ്പോൾ നാട്ടുകാർ പറയുന്ന പരാതിയിൽ കഴമ്പില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. വാർത്തയായതുകൊണ്ട് മാത്രമാണ് ഇതിന് പിന്നാലെ വനം വകുപ്പിന്റെ ഒരു ഇടപെടൽ ഉണ്ടായതെന്നുള്ളത് നമുക്കറിയാം, അവർക്കും അറിയാം. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ, അതായത് നാട്ടുകാരെ സംബന്ധിച്ച് അവരുടെ പ്രശ്നങ്ങൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. അവർ ആ ഭീഷണിയിൽ തന്നെയാണ് കഴിയുന്നത്. കൃഷി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം അവിടെ ഉണ്ട് എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. അവർക്കൊരു സംരക്ഷണം ഒരുക്കാൻ ആരുമില്ല എന്നുള്ള ഒരു പരാതിയും അവർക്കുണ്ട്. നാട്ടുകാർക്ക് എന്താണ് പറയാനുള്ളത് എന്നുകൂടി കേൾക്കാം. 2 മാസം അതിനകത്ത് വീണിട്ട് പിന്നെ എല്ലാവരും ആഹാരം കൊടുക്കുന്നുണ്ട്. പിന്നെ ആരും അതിനെക്കുറിച്ചൊന്നും ഗവനിപ്പുമായില്ല. പഞ്ചായത്തുകാർ പറയുന്നത് നമ്മുടെ ഈ നാട്ടിൽ പന്നിയില്ലെന്നാണ് പറയുന്നത്. കൂടുതൽ പറഞ്ഞ കാര്യമില്ലല്ലോ. വെടിവെക്കാൻ ആളില്ല. പഞ്ചായത്തൊക്കെ ഇവർ അറിയിച്ച, ഫോറസ്റ്റുകാരെ അറിയിച്ച, അന്ന് തന്നെ അറിയിച്ച, വീണിൻ്റെ അന്ന് തന്നെ അറിയിച്ച, പിന്നെ കളക്ടറിൻ്റെ എല്ലാം അറിയിച്ച. പക്ഷെ ആരും ഇതുവരെ ഒന്നും നോക്കിയിട്ടില്ല.
ഇത് സമീപ പ്രദേശത്തൊക്കെ വളരെയധികം ഭീതി പകർത്തിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഞങ്ങളുടെ ഈ നാട്ടിലുള്ളത്. ഇതിനിടയ്ക്കാണ് ഇപ്പോൾ 2 പുലിയെ ഇതിനോട് 1 കിലോമീറ്ററിന് അടുത്തു നിന്നാണ് 2 പുലിയെ കൂട് വെച്ച് ഫോറസ്റ്റുകാർ പിടിച്ചുകൊണ്ട് പോയത്. 1.5 മാസത്തിൽ കൂടുതലായി ഇത് ഇതിനകത്ത് കിടക്കാൻ തുടങ്ങിയിട്ട്. അവർ ആ തീറ്റയോ കൊടുക്കുന്നത് ഞങ്ങളോട് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങളിത് അറിയുന്നത്. ഇതൊക്കെയാണ് ആ സമീപ പ്രദേശത്തുള്ള നാട്ടുകാർക്ക് പറയാനുള്ളത്. എബ്രഹാം തോമസ് കുറിക്കുന്നു, ആ സ്ത്രീക്ക് വനം വകുപ്പിൽ ഒരു ജോലി കൊടുക്കണം എന്നുള്ളതാണ്. വനം വകുപ്പ് വേണ്ട രീതിയിൽ ഇടപെടുന്നില്ല എന്നതാണ് ആ നാട്ടുകാരുടെ പരാതി. എബ്രഹാം തോമസിന്റെ ഒരു വിചിത്രമായ ഒരു നിർദ്ദേശമാണ് ആ സ്ത്രീക്ക് വനം വകുപ്പിൽ ജോലി കൊടുക്കണം എന്നുള്ളത്. ഏതായാലും ആ നാട്ടിലെ ആളുകളെ സംബന്ധിച്ച് പന്നിയുടെ ആക്രമണം അല്ലെങ്കിൽ പന്നി ഉണ്ടാക്കുന്ന ശല്യം ചെറുതല്ല. അവർക്ക് കൃഷി ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് ഉള്ളത്. പിന്നെ വാർത്തയാകുന്നു, വലിയ വാർത്തയാവുകയും വിമർശനങ്ങളൊക്കെ വരുമെന്നൊരു ഘട്ടത്തിലാണ് ഇപ്പോൾ രക്ഷാദൗത്യമായി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയത് എന്ന് നാട്ടുകാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത് നമ്മൾ കണ്ടു.